പ്രകൃതി ദുരന്തങ്ങളോ കൊലപാതകങ്ങളോ നടന്ന ഒരു പ്രദേശം സങ്കല്പിക്കുക. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ നിബിഡമായ വനത്തിനുള്ളിലോ ഒളിഞ്ഞിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല. അവിടെയാണ് പ്രകൃതി നൽകിയ ഏറ്റവും വലിയൊരു വരദാനത്തെ മനുഷ്യൻ തൻ്റെ സഹായത്തിനായി ഉപയോഗിക്കുന്നത്. അതാണ് കഡാവർ നായകൾ അഥവാ ഹ്യൂമൻ റിമൈൻഡ് ഡിറ്റക്ഷൻ നായകൾ. മരണത്തിൻ്റെ ഗന്ധം പിന്തുടരുന്ന ഈ നായകൾ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കുമപ്പുറം തങ്ങളുടെ ഘ്രാണശക്തിയിലൂടെ ജീർണിച്ചു കഴിഞ്ഞ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള അന്വേഷണ ഏജൻസികൾക്കും ദുരന്ത നിവാരണ സേനകൾക്കും ഒഴിച്ചു നിർത്താനാകാത്ത ഈ നിശബ്ദ സേവകരെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ ഘ്രാണശക്തിയേക്കാൾ ഏകദേശം 10,000 മുതൽ 1,00,000 മടങ്ങ് വരെ ശക്തിയുള്ളതാണ് ഈ നായകളുടെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു മനുഷ്യൻ്റെ മൂക്കിൽ ഏകദേശം 5 ദശലക്ഷം സെൻസറുകൾ ഉള്ളപ്പോൾ നായകളിൽ ഇത് 300 ദശലക്ഷത്തിന് മുകളിലാണ്. കഡാവർ നായകൾക്ക് മനുഷ്യ ശരീരം ജീർണിക്കുമ്പോൾ പുറത്തു വരുന്ന പ്രത്യേകതരം വാതകങ്ങളെയും രാസവസ്തുക്കളെയും തിരിച്ചറിയാൻ പ്രത്യേക പരിശീലനം നൽകുന്നു. ഒരു മൃതദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അന്തരീക്ഷത്തിൽ കലരുമ്പോൾ അവയുടെ തന്മാത്രകളെ വേർതിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലിപ്പമുള്ള സ്ഥലത്ത് വീണുകിടക്കുന്ന ഒരു തുള്ളി പെർഫ്യൂമിൻ്റെ ഗന്ധം തിരിച്ചറിയുന്നത് പോലെ അസാധ്യമായ കാര്യങ്ങൾ ഈ നായകൾ നിസ്സാരമായി ചെയ്യുന്നു. മരണത്തിന് തൊട്ടു പിന്നാലെയുള്ള ഗന്ധം മുതൽ വർഷങ്ങൾ പഴക്കമുള്ള അസ്ഥികഷണങ്ങളുടെ ഗന്ധം വരെ അവരുടെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒരു സാധാരണ നായയെ കഡാവർ നായയാക്കി മാറ്റുക എന്നത് മാസങ്ങൾ നീളുന്ന കഠിനമായ ഒരു പ്രക്രിയയാണ്. ഈ പരിശീലനം കേവലം ഗന്ധം തിരിച്ചറിയുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മൃതദേഹങ്ങൾ വിവിധ അവസ്ഥകളിൽ, അതായത് പുതിയത് മുതൽ പൂർണ്ണമായും അഴുകിയത് വരെ, അവ എങ്ങനെ ഗന്ധം പുറപ്പെടുവിക്കുന്നു എന്ന് ഇവരെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഉപയോഗിച്ചാണ് മിക്കപ്പോഴും പരിശീലനം നൽകുന്നത്. കാടിനുള്ളിലെ ഈർപ്പമുള്ള മണ്ണിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലെ ഇടുങ്ങിയ ഇടുക്കുകളിലും ആഴമേറിയ വെള്ളത്തിനടിയിലും ഒളിഞ്ഞിരിക്കുന്ന ഗന്ധങ്ങൾ കണ്ടെത്താൻ നായകളെ സജ്ജമാക്കുന്നു. ഈ പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നായയും അതിനെ കൈകാര്യം ചെയ്യുന്ന ആളും തമ്മിലുള്ള ആത്മബന്ധമാണ്. നായ നൽകുന്ന ചെറിയ ചലനങ്ങൾ പോലും ഒരു സന്ദേശമായി മനസ്സിലാക്കാൻ ഹാൻഡ്ലർക്ക് സാധിക്കണം. ഒരു കഡാവർ നായ ഗന്ധം കണ്ടെത്തുമ്പോൾ കാണിക്കുന്ന അലേർട്ട് സിഗ്നൽ അത് പരിശീലനത്തിലൂടെ ആർജിച്ചെടുത്ത ഒന്നാണ്. ചില നായകൾ ആ സ്ഥലത്ത് അനങ്ങാതെ നിൽക്കും, ചിലർ കുരയ്ക്കും, മറ്റു ചിലർ ആ മണ്ണിൽ മാന്താൻ തുടങ്ങും. കുറ്റാന്വേഷണ രംഗത്ത് കഡാവർ നായകളുടെ പങ്ക് നിർണായകമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകങ്ങളിൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്താൻ പലപ്പോഴും പോലീസിനെ സഹായിക്കുന്നത് ഇവരാണ്. കോൾഡ് കേസുകൾ അഥവാ തെളിവുകൾ ലഭിക്കാത്ത പഴയ കേസുകളിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ ഇവയുടെ സാന്നിധ്യം സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും ഇവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. ഉരുൾപൊട്ടലോ ഭൂകമ്പങ്ങളോ ഉണ്ടാകുമ്പോൾ ടണ്ണുകളോളം മണ്ണിനും കല്ലിനും അടിയിൽപ്പെട്ട മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ യന്ത്രങ്ങളെക്കാൾ വേഗത്തിൽ ഈ നായകൾക്ക് സാധിക്കുന്നു. കേരളത്തിലെ പെട്ടിമുടിയിലോ വയനാട്ടിലോ ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ കഡാവർ നായകൾ നടത്തിയ തിരച്ചിൽ ഇതിന് ഉദാഹരണമാണ്. ജീവനുള്ള മനുഷ്യരെ തിരയുന്ന റെസ്ക്യൂ നായകളിൽ നിന്ന് വ്യത്യസ്തമായി മരണപ്പെട്ടവരെ മാത്രം കണ്ടെത്താനാണ് ഇവരെ നിയോഗിക്കുന്നത് എന്നത് ഇവരുടെ ജോലിയുടെ പ്രത്യേകതയും അതേസമയം ഗൗരവവും വർദ്ധിപ്പിക്കുന്നു. എല്ലാ നായവർഗ്ഗങ്ങളും കഡാവർ തിരച്ചിലിന് അനുയോജ്യരല്ല എന്നതാണ് സത്യം. ഇതിനായി ഉയർന്ന ബുദ്ധിശക്തിയും ഏകാഗ്രതയും ശാരീരിക ക്ഷമതയുമുള്ള ഇനങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡുകൾ അവയുടെ കരുത്തിനും വിശ്വസ്തതയ്ക്കും പേര് കേട്ടവയാണ്. ലാബ്രഡോർ റിട്രീവറുകൾക്ക് മികച്ച ഘ്രാണശക്തിയും ശാന്തമായ സ്വഭാവവുമുണ്ട്. ഇത് തിരക്കേറിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ അവരെ സഹായിക്കുന്നു. എന്നാൽ അടുത്ത കാലത്തായി ബെൽജിയൻ മലിനോയ്സ് എന്ന വർഗ്ഗത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇവരുടെ വേഗതയും എന്ത് കഠിനമായ സാഹചര്യത്തിലും തളരാതെ ജോലി ചെയ്യാനുള്ള കഴിവും സൈനിക പോലീസ് വിഭാഗങ്ങളെ ഇവയിലേക്ക് ആകർഷിക്കുന്നു. ഈ നായകൾക്ക് കേവലം പരിശീലനം മാത്രമല്ല, അവയുടെ താല്പര്യം അഥവാ ഡ്രൈവ് കൂടി പരിഗണിച്ചാണ് ഈ ദൗത്യത്തിലേക്ക് നിയോഗിക്കുന്നത്. ഭക്ഷണത്തെക്കാളും സ്നേഹത്തെക്കാളും ഉപരിയായി ഒരു പന്ത് അല്ലെങ്കിൽ കളിപ്പാട്ടം സമ്മാനമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആവേശമാണ് ഇവരെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കുന്നത്. കേരളം നടുങ്ങിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ കഡാവർ നായകളുടെ പ്രസക്തിയും കരുത്തും നാം നേരിട്ട് കണ്ടതാണ്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ചെളിക്കും കൂറ്റൻ പാറകൾക്കും ഇടയിൽ പെട്ടുപോയ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തുക എന്നത് രക്ഷാപ്രവർത്തകർക്ക് അസാധ്യമായ ഒന്നായിരുന്നു. അവിടെയാണ് ബെൽജിയൻ മലിനോയ്സ് ഇനത്തിൽപ്പെട്ട കഡാവർ നായകൾ ദൗത്യസേനയുടെ മുൻനിരയിൽ പോരാടിയത്. തങ്ങളുടെ അസാമാന്യമായ ചടുലതയും സൂക്ഷ്മമായ ഘ്രാണശക്തിയും ഉപയോഗിച്ച് ദുർഘടമായ മലനിരകളിലും ചതുപ്പുകളിലും ഇവർ നടത്തിയ തിരച്ചിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായിച്ചു. യന്ത്രങ്ങൾക്ക് പോലും അപ്രാപ്യമായ ആഴങ്ങളിൽ നിന്ന് മരണത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ ഈ നിശബ്ദ സേവകർ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നീറുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമേകാൻ നൽകിയ പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇത് ആധുനിക കാലത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഈ നായകളുടെ അനിവാര്യത ഒരിക്കൽ കൂടി തെളിയിക്കുന്നു.
കടാവർ നായകൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെങ്കിലും അവർക്കും ചില പരിമിതികളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇവരുടെ പ്രവർത്തനത്തെ ബാധിക്കാറുണ്ട്. ശക്തമായ കാറ്റും മഴയും ഗന്ധം വ്യാപിക്കുന്ന രീതി മാറ്റാൻ സാധ്യതയുണ്ട്. വായു സഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഗന്ധം പുറത്തു വരാത്ത വിധം സീൽ ചെയ്ത പാത്രങ്ങളിലോ ഉള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തുക പ്രയാസകരമാണ്. കൂടാതെ മൃഗങ്ങളുടെ ജഡങ്ങളിൽ നിന്നുള്ള ഗന്ധം തിരിച്ചറിഞ്ഞ് തെറ്റായ സൂചനകൾ നൽകാനുള്ള സാധ്യതയും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇതുകൊണ്ടാണ് നായകൾ നൽകുന്ന സൂചനകളെ ശാസ്ത്രീയമായ തെളിവുകളുടെയും ഫോറൻസിക് പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം സ്ഥിരീകരിക്കുന്നത്. നായകളുടെ മാനസികാവസ്ഥയും ആരോഗ്യവും ഈ തിരച്ചിലിനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഓരോ തിരച്ചിലിനും ശേഷം ഇവർക്ക് കൃത്യമായ വിശ്രമവും അതുപോലെ മാനസികമായ ഉന്മേഷവും നൽകേണ്ടതുണ്ട്. മനുഷ്യൻ പരാജയപ്പെടുന്നിടത്ത് പ്രകൃതിയുടെ സഹായത്തോടെ വിജയം കണ്ടെത്തുക എന്നതാണ് കടാവർ നായകളുടെ ദൗത്യം. ലോകം 2026 എത്തി നിൽക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അത്യാധുനിക സെൻസറുകളും വികസിച്ചിട്ടുണ്ടെങ്കിലും ഒരു നായയുടെ മൂക്കിന് പകരം വെക്കാൻ പറ്റിയ മറ്റൊരു സാങ്കേതിക വിദ്യയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഓരോ തിരച്ചിലിലും ഓരോ ചരിത്രമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തു സംഭവിച്ചു എന്നറിയാതെ വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ഉത്തരമായി ഈ നായകൾ മാറുകയാണ്. മരണപ്പെട്ടവർക്ക് അർഹമായ യാത്രയയപ്പ് നൽകാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സഹായിക്കുന്ന ഈ ജീവികൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമല്ല, ഏറ്റവും വലിയ സഹായികൾ കൂടിയാണ്. കേവലം മൃഗങ്ങൾ എന്നതിനപ്പുറം നീതി നടപ്പിലാക്കുന്ന പ്രക്രിയയിലെ പ്രധാന പങ്കാളികളായി കടാവർ നായകളെ നാം ആദരിക്കേണ്ടതുണ്ട്. അവരുടെ ഓരോ ചലനവും ഓരോ നിശബ്ദമായ അലർച്ചയും ഒരു വലിയ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുന്നതിനുള്ള താക്കോലാണ്. ഇന്നും നാളെയും ഈ നിശബ്ദ നായകൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അദൃശ്യരായി തങ്ങളുടെ ദൗത്യം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.